തീർച്ചയായിട്ടും നല്ല വളരെ മികച്ചൊരു പടമാണ്. എന്താ പറയുക, ഒരു ഡയറക്ഷൻ ആയാലും അതിൻ്റെ ആക്ഷൻ ആയാലും എല്ലാം സൂപ്പർ പടമാണ്. ഇതുവരെ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമാ ചരിത്രത്തിലൊരു നാഴികക്കല്ലായി ഇത് മാറാൻ പോവാണ്. തീർച്ചയായിട്ടും സമീപകാലത്തൊന്നും ഇതുപോലൊരു മലയാള സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരുന്നിട്ടില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന ആ ഒരു ദിവസമാണ് ഇന്നിപ്പോൾ ഈ കടന്നു പോകുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ, മോഹൻലാലിന്റെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആരാധകർ എത്രമാത്രം കാത്തിരുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുകയാണ് ഈ പറയുന്ന ആരാധകർ. ഇപ്പോൾ എനിക്കൊപ്പം കുറേയധികം ലാലേട്ടൻ ആരാധകരുണ്ട്. ഇപ്പോൾ ഇവരെല്ലാം ഫസ്റ്റ് ഷോ കാണാമെന്ന ആളുകളാണ്. ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നില്ല, കാരണം നിങ്ങളുടെയൊക്കെ എക്സ്പ്രഷൻ ഇത് മനസ്സിലാവുന്നുണ്ട്. എന്താ പറയാനുള്ളത്? തീർച്ചയായും ഗംഭീര പടമാണ്. മോഹൻലാലിന്റെ വൻ തിരിച്ചുവരവാനാണ്. തീർച്ചയായിട്ടും നല്ല പൃഥ്വിരാജ്, നല്ല ഡയറക്ഷനും നല്ല ഗംഭീര തിരിച്ചുവരവും നല്ല ആക്ഷൻസും എല്ലാം ഉള്ള ഒരു ലാലേട്ടൻ ആരാധകൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് വേറെ എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും വിഷ്വൽ മാജിക് സൂപ്പർ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഈ കിടിലം സൂപ്പർ എന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ കാത്തിരുന്നൊരു പടമാണ്. പറയാൻ വാക്കുകളില്ല, അത്രയും കിടിലം പടം. നമ്മൾ പ്രതീക്ഷയേക്കാളും അപ്പുറമാണ് ഈ പടം. ഈ പടം കണ്ടതിന്റെ ഒരു ഓളം നിങ്ങൾക്കില്ലല്ലോ. ലാലേട്ടൻ ഫാൻസ് അല്ലേ? നിങ്ങൾക്കൊരു ഓളം ഇല്ലാതെ അന്ന് വരട്ടെ, ആ ഓളം വരട്ടെ. തീർച്ചയായിട്ടും നല്ല വളരെ മികച്ചൊരു പടമാണ്. എന്താ പറയുക, ഒരു ഡയറക്ഷൻ ആയാലും അതിൻ്റെ ആക്ഷൻ ആയാലും എല്ലാം സൂപ്പർ പടമാണ്. ഇതുവരെ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമാ ചരിത്രത്തിലൊരു നാഴികക്കല്ലായി ഇത് മാറാൻ പോവാണ്. തീർച്ചയായിട്ടും അപ്പോൾ അതാണ് ഒരു മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്കായിട്ട് എമ്പുരാൻ മാറാൻ പോകുന്നു, മാറുകയാണ് എന്നുള്ളതാണ് ഈ പടം കണ്ടിറങ്ങുന്ന ഓരോരുത്തരും പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട തിയേറ്ററുകളൊന്നായിട്ടുള്ള ഏരീസ് ഫ്ലെക്സിലാണ്. ഇവിടെ വാദ്യമേളങ്ങളുടെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ കുറേയധികം മോഹൻലാൽ ആരാധകർ നൃത്ത ചൂടുകൾ വെച്ചുകൊണ്ട് ഈ പടത്തിനെ വരവേൽക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും ഈ പടം അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയുടെ ഒരു നാഴികക്കല്ലായി മാറും എന്നുള്ളത് തർക്കമില്ലാത്ത, സംശയമില്ലാത്ത കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത്. നേരത്തെ കുറേയധികം മോഹൻലാൽ ആരാധകരുടെ പ്രതികരണം കണ്ടു. അതിനു മുമ്പ് ഈ പടം കാണാമെന്ന മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ആളുകളുടെ പ്രതികരണങ്ങൾ കണ്ടു. അങ്ങനെ എന്തായാലും എല്ലാ ഷോയും, കേരളത്തിലുള്ള എല്ലാ തിയേറ്ററുകളിലെയും എല്ലാ ഷോയും ഈ ഒരു ദിവസം ഫുള്ളാണ്, ഹൗസ്ഫുള്ളാണ്. ഇനി ടിക്കറ്റ് പോലും 2 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് പോലും ടിക്കറ്റ് കിട്ടില്ല എന്നുള്ള ഒരു പേടി വരെ ഇതുവരെ ഈ പടം കാണാത്ത ആളുകൾക്കുണ്ട്. ഞാൻ എന്തായാലും വൈകിട്ട് രാത്രി ഈ ഷോയ്ക്ക് പടം കാണാൻ പോകുന്നുണ്ട്. ഇത് പടം കണ്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ്. കാരണം എല്ലാ ആരാധകരെയും പോലെ ഞാനും കാത്തിരിക്കുകയാണ് എമ്പുരാൻ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഈ പടം ഫസ്റ്റ് ഷോ കണ്ട് ആരാധകർ കണ്ട് മടങ്ങുന്നു. ഇനിയിപ്പോൾ അടുത്ത ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആരാധകർ ഈ പടം കാണാനായിട്ട് തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പടം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ തരത്തിലുള്ള ഒരു എല്ലാ കാര്യങ്ങളും, എല്ലാ ചേരുവകളും ഉൾപ്പെടുത്തിയ ഒരു ഗംഭീര മേക്കിംഗ് ഉള്ള പടമാണ് എന്ന് തന്നെയാണ് ഓരോരുത്തരും പറയുന്നത്. അങ്ങനെ എന്തായാലും ഈ പടം കണ്ട് കാണികൾ ഓരോരുത്തരായിട്ട് ഇവിടുന്ന് മടങ്ങുകയാണ്. കൂടുതൽ അടുത്ത ഷോയ്ക്ക് വേണ്ടിയുള്ള തിരക്കിലേക്ക് ആരാധകർ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ഷോയും വലിയ തരത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ എന്തായാലും നേരത്തെ നമ്മൾ വന്നപ്പോൾ കുറേയധികം ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം അടുത്ത ഷോയ്ക്ക് വേണ്ടി കയറിയിട്ടുണ്ട്. അങ്ങനെ പടം അക്ഷരാർത്ഥത്തിൽ വൻ വിജയമാകുന്നു എന്നുള്ളത് നമുക്ക് തർക്കമില്ലാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും. അതെന്തായാലും ഈ പടം മലയാളികൾ പ്രതീക്ഷിച്ചിരുന്ന എന്താണോ ആ പ്രതീക്ഷയ്ക്കൊത്ത് മലയാളത്തിന്റെ എമ്പുരാൻ വന്നിട്ടുണ്ട്. മലയാളത്തിന്റെ തമ്പുരാനായിട്ട് എമ്പുരാൻ മാറുന്നു എന്നുള്ളത് ഈ ഒരു നിമിഷം നമുക്ക് തർക്കമില്ലാതെ പറയാം. അക്ഷരാർത്ഥത്തിൽ ഗംഭീര മേക്കിംഗ്, പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും അക്ഷരാർത്ഥത്തിൽ ഒരു അത്യുഗ്രൻ പെർഫോമൻസ് ആണ് ഈ പടത്തിൽ എന്നുള്ളത് നിസ്സംശയം ഇത് കണ്ടിറങ്ങിയ ഓരോരുത്തരും പറയുന്നുണ്ട്. എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് എമ്പുരാനെ മലയാള സിനിമ പ്രേക്ഷകർ ഇത് കയ്യിൽ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. ഓരോ ഷോയ്ക്കും വലിയ ആരാധകരുണ്ട്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പടം പോരാ. നമ്മുടെ മലയാളിയൊക്കെ ഒരു എല്ലിൻ്റെ കൂടുതലുള്ളതാണ് ആ എല്ല് ലാലേട്ടനാണ്. പക്ഷേ ഇത്തവണ എല്ല് കുത്തി കയറിയെന്ന് പറയേണ്ടി വരും. കാരണം പടം ചെറുതായിട്ട് ടോപ്പ് ലെവലാണ്, ഒരു ആവറേജ് ലെവലേ ഉള്ളൂ. അതുപോലെ ഈ എക്സ്പെക്ടേഷന് വന്നതിൻ്റെ ഒരടുത്ത് പോലും ഈ പടമില്ല. ലൂസിഫർ വെച്ച് നോക്കുമ്പോൾ വളരെ ഡൗണാണ്. വളരെ ഒട്ടും ഡയറക്ഷനും പോരാ, സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണ്. നമ്മൾ കണ്ടുമടുത്ത പലതിലുള്ള പൊളിറ്റിക്കൽ സ്റ്റോറി ലൈൻ, അതുപോലെ തന്നെ റിവെഞ്ച്, വില്ലനായിട്ടുള്ള നോർമൽ റിവെഞ്ച്, അല്ലാതെ ഒരു സംതിങ് നമുക്ക് ഭയങ്കര ഒരു അടിപൊളിയായിട്ട്
വ്യത്യസ്ത അഭിപ്രായം പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെട്ടു. അതെ, ഒന്നാമത്തെ കാര്യം RM ഫാൻ ഷോ ആണ്. എനിക്കൊരു ഫേക്ക് റിവ്യൂ തരണമെന്നില്ല. എനിക്കൊരു മനസ്സിൽ തോന്നി സത്യസന്ധമായിട്ടുള്ള റിവ്യൂ പറയുന്നതാണ്. പിന്നെ ഫാൻ ഷോ ആകുമ്പോൾ ആസ് എ ഫാൻ ലാലേട്ടനെ തിരിച്ച് കണ്ടതിൽ എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ പടത്തിന്റെ ഈ ഹൈപ്പും ഈ ഇത്രയും വലിയൊരു ബഡ്ജറ്റിന്റെ പടം എന്നൊക്കെ പറഞ്ഞാൽ അത് കാണാനില്ല. എമ്പുരാൻ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു വെയിറ്റിങ്ങിൽ അത്രത്തോളം തോന്നില്ല. ഇതൊരു ബോംബ് പോലെയാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിൽ പോയി ബോംബിടുന്നുണ്ട്. അത് അവിടെ ഒന്നും പോകാതെ ഇവിടെ തന്നെ അത് ഇട്ടാൽ മതിയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല രീതിയിൽ വലിയ രീതിയിൽ നിൽക്കാതെ തോന്നില്ല. കുഴപ്പമില്ല, ഒന്ന് കാണാം. ഈ ഹൈപ്പിലില്ല. അപ്പോൾ അഭിപ്രായങ്ങൾ സമ്മിശ്രമാണ്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുണ്ട്. പടം ഗംഭീരമാണ് എന്ന് ഒരു കൂട്ടം പറയുമ്പോൾ, എന്നാൽ പ്രതീക്ഷിച്ചത്ര പോരാ എന്നുള്ള അഭിപ്രായം പറയുന്ന ആളുകൾ കൂടിയുണ്ട്. എന്തായാലും അടുത്ത രണ്ടാമത്തെ ഷോയ്ക്ക് വേണ്ടി കാണികൾ കയറി പോവുകയാണ്. സമ്മിശ്രമാണ് അഭിപ്രായങ്ങൾ. ഭൂരിഭാഗം പേരും പറയുന്നത് പടം അത്യുഗ്രനാണ് എന്നാണ്. എന്നാൽ അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുമുണ്ട്. തിരുവനന്തപുരം ഏരീസ് പ്ലസ് തിയേറ്ററിൽ നിന്ന് സിജോ സുധാകരനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ.